തെരുവ് നായ്ക്കളെ നീക്കം ചെയ്താൽ എലികളുടെ എണ്ണം കൂടുമെന്ന് സുപ്രീം കോടതിയിൽ മൃഗസ്നേഹികളുടെ വാദം. എലികൾ രോഗവാഹകരാണ്, നായ്ക്കൾ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതാണ് വാദം. അതേസമയം മൃഗസ്നേഹികളെ ഇന്നും കോടതി പരിഹസിച്ചു. അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, ഇന്നലെ പറഞ്ഞത് എന്താണ്? ഈ പറയുന്ന നായകൾക്ക് കൗൺസിലിംഗ് കൊടുക്കാം, അപ്പോൾ അത് കടിക്കാതിരിക്കുമല്ലോ എന്നാണ് കളിയാക്കലെങ്കിൽ, ഇന്നത്തെ കളിയാക്കൽ, ഇന്നത്തെ പരിഹാസം എന്താണ്? ഈ മനുഷ്യന്മാരെ റോഡ് നീള കുഞ്ഞുങ്ങളെ അടക്കം ഓടിച്ചിട്ട് കടിച്ചു കയറി കൊല്ലുമ്പോൾ അത് ഇലയെ പിടിക്കുന്നതാണ്, അതുകൊണ്ട് നായ്ക്കളൊന്നും ചെയ്യരുത് എന്നൊക്കെ വാദിക്കാനുള്ള വക്കീലിന്റെ തൊലിക്കെട്ടി മാരകമാണ് കേട്ടോ അച്യുതൻ. അദ്ദേഹത്തിന്റെ പണിയാണ് ചെയ്യുന്നതെങ്കിലും. ഹാഷ്മി, തീർച്ചയായിട്ടും ഈ തെരുവ് നായ പ്രശ്നത്തിൽ സുപ്രീംകോടതി സ്വമേധയാ സ്വീകരിച്ച കേസിലെ വാദം വളരെ കൗതുകം നിറഞ്ഞ വാദങ്ങളാണ് നിലവിൽ നടക്കുന്നത്. അതിൽ വിചിത്രമായൊരു വാദമാണ് ഈ മൃഗസ്നേഹികൾ മുന്നോട്ട് വെച്ചത്. അതായത് ഈ തെരുവ് നായകൾ നീക്കം ചെയ്യുന്നത്, തെരുവിൽ നിന്ന് നീക്കം ചെയ്യുന്നത് എലികളുടെ എണ്ണം വർദ്ധിപ്പിക്കും, എലികൾ രോഗവാഹകരാണ്, അതുകൊണ്ട് തന്നെ ഈ നായ്ക്കളാണ് ആ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് എന്നതായിരുന്നു വാദം. അതിന് കോടതി പരിഹാസ രൂപേണ മറുപടി നൽകിയത് നായ്ക്കളും പൂച്ചകളും ശത്രുക്കളാണ്, അതിനാൽ നമുക്ക് കൂടുതൽ പൂച്ചകളെ പ്രോത്സാഹിപ്പിക്കാം, അതായിരിക്കും പരിഹാരമെന്നായിരുന്നു ജസ്റ്റിസ് സന്ദീപ് മേത്ത ഈ മൃഗസ്നേഹികളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. ഒപ്പം തന്നെ ഇന്നലെയും സമാനമായ രീതിയിൽ ഇനി നായകൾക്ക് കൗൺസിലിംഗ് നൽകുന്നതായിരിക്കും അവശേഷിക്കുന്ന ഏക മാർഗം എന്നതും സുപ്രീം കോടതി പറയുകയുണ്ടായി. എന്തായാലും ഈ മൃഗസ്നേഹികൾ വാദിക്കുന്നത് ഈ തെരുവ് നായകളെ ഒന്നടങ്കം ഷെൽട്ടറിൽ പാർപ്പിക്കുന്നത് ഒരു പരിഹാരമാകില്ല എന്നതിൽ അവർ ആ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഈ ABC സെന്ററുകളുടെ കാര്യത്തിലും കാര്യമായ കുറവുണ്ട്. രാജ്യത്ത് 66 ABC സെന്ററുകൾ മാത്രമാണ് ഉള്ളത്. ബജറ്റിൽ പോലും ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് ഒരു വിഹിതം പോലും നൽകുന്നില്ല. ഈ നായകളുടെ എണ്ണം കുറയ്ക്കണമെങ്കിൽ കൂടുതൽ ABC സെന്ററുകൾ വേണം എന്നൊരു ആവശ്യം കൂടി നൽകുന്നുണ്ട്. അതിന് പ്രത്യേക പരിശീലനം നൽകുന്ന ഒരു സംഘത്തെ രൂപീകരിക്കേണ്ടതുണ്ട് എന്നത് മൃഗ അവകാശ വിദഗ്ധരുടെ അഭിഭാഷകനും ഇന്ന് കോടതിയിൽ പറയുകയുണ്ടായി. എന്തായാലും നിലവിൽ ഇപ്പോഴും ഈ വിഷയത്തിൽ വാദം തുടരുകയാണ്. എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടായിരിക്കും ഇനി ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഹാഷ്മി, അപ്പോൾ എലി വലിയ ശല്യമാണ്, അപ്പോൾ എലിയെ പിടിക്കുന്നത് പട്ടിയാണ്, അതുകൊണ്ട് പട്ടികളെ നിയന്ത്രിച്ചുകൂടാ എന്നുള്ളതാണ് മൃഗസ്നേഹികളുടെ വാദം. അപ്പോൾ കോടതി തന്നെ കളിയാക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് പട്ടികളുടെ ശത്രുവായ പൂച്ചയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാം എന്ന കളിയാക്കലാണ്. കളിയാക്കലിനൊക്കെ അപ്പുറം നമുക്കറിയാം, നാട്ടിലുടനീളം തീരെ പൊടിക്കുഞ്ഞുങ്ങളെ അടക്കം ഓടിച്ചിട്ട് കടിച്ചു കൊല്ലുന്ന പട്ടികളെയൊക്കെ നമ്മൾ നിരന്തരം ഒന്നോണം കാണുന്നുണ്ട്. ഇപ്പോഴും ഏതെങ്കിലും സംസ്ഥാനങ്ങൾ അതിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നില്ല. കേരളം പോലും അവിടെ കൊടുത്തത് നമുക്ക് കൊണ്ടിടാൻ സ്ഥലമൊന്നും കണ്ടെത്താൻ പറ്റിയില്ല എന്നുള്ളതാണ്. ആത്മാർത്ഥമായ പരിശോധനയ്ക്ക് ശേഷമാണോ ആ അറിയിക്കൽ കോടതിയിൽ അറിയിച്ചതെന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങൾ അറിയുകയും ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.